അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ റജബ് മാസവും ഷഅബാനും റമദാനും ഒക്കെ എത്തുമ്പോൾ മുഅ്മിനീങ്ങൾ പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ ഏതെങ്കിലുമൊക്കെ വഴികൾ സ്വീകരിച്ച് യൂട്യൂബിലൂടെ ചില മൗലവിമാർ പ്രത്യക്ഷപ്പെടാറുണ്ട്. ആ കൂട്ടത്തിൽ സാധാരണ കഴിഞ്ഞ വർഷം നടത്തിയ അതേ പ്രസംഗം തന്നെ ഒരു കോപ്പി അടിച്ച് റഫീഖ് സലഫി രംഗത്ത് വന്നിരിക്കുകയാണ്. റജബ് മാസത്തിന് യാതൊരു പവിത്രതയും ഇല്ലെന്നും അതൊക്കെ കള്ളം പറയുന്നതാണെന്നും അതിൻ്റെ ഹദീസുകളൊക്കെ പച്ച കള്ളമാണെന്നുമുള്ള വാദം കഴിഞ്ഞ വർഷം അദ്ദേഹം ഇതേ വാദം ഉന്നയിക്കുകയും അദ്ദേഹത്തെ വേണ്ട അർത്ഥത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ അതിനൊന്നും യാതൊരു മറുപടിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നത് മറ്റൊരു കാര്യം. നിങ്ങൾക്ക് വിശദമായി ഞാൻ അദ്ദേഹത്തിന് നൽകിയ ഈ വർഷവും കഴിഞ്ഞ വർഷവും അദ്ദേഹം നടത്തിയ പ്രസംഗം ഒരു മാറ്റർ തന്നെയാണ്. അതിനുള്ള മറുപടി ഞാൻ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെയുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് അത് കേട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ ഇസ്ലാമിൽ ഒരു കാര്യം ചെയ്യാൻ ഇവരുടെയൊക്കെ സപ്പോർട്ട്, ഹദീസുകളും ഖുർആനും ഒന്നുമല്ല, ഇവരുടെ ഒരു അനുമതിയും കൂടെ മുസ്ലിമീങ്ങൾ വാങ്ങിയെടുക്കണം എന്ന രൂപത്തിലാണ് മുജാഹിദുകളുടെ ചില കമൻറ്റുകളും ചില പ്രവണതകളും ചില പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എവിടെയാണ് ബിദ്അത്തുള്ളത്? സുന്നികൾക്കാണോ ബിദ്അത്ത് സംഭവിച്ചത് റജബ് മാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അതല്ല മുജാഹിദുകൾ അല്ലെങ്കിൽ വഹാബികൾക്കാണോ എന്ന് ഇവിടെ കൃത്യമായി നമ്മൾ പരിശോധിക്കുകയാണ്. നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ വളരെ നിഷ്പക്ഷമായിക്കൊണ്ട് നിങ്ങൾ കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിലെ വിശ്വാസം, കർമ്മം എന്ന് തുടങ്ങി വ്യത്യസ്ത രീതികളിലുള്ള ചരിത്രം, അതുപോലെ പവിത്രതകൾ പറയുന്ന ഹദീസുകൾ, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ കാറ്റഗറികളായി പണ്ഡിതന്മാർ തിരിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എല്ലാ വിഷയങ്ങളെയും ഒരു അളവുകോല് കൊണ്ട് നമുക്ക് അളക്കാൻ സാധിക്കുമോ? ദൂരം അളക്കുന്നത് മീറ്റർ, അതുപോലെ സെന്റിമീറ്റർ, കിലോമീറ്റർ, ഇങ്ങനെയൊക്കെയാണ്. അതേ സമയത്ത് കറണ്ടിന്റെ വോൾട്ടേജ് അല്ലെങ്കിൽ അതിന്റെ ആംബെയർ, വാട്ട്സ്, ഇതൊക്കെ അളക്കുന്നത് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ ഭാരം അളക്കുന്നത് അത് നമ്മൾ കിലോഗ്രാം ആണ്. അതേപോലെ തന്നെ നമ്മൾ ഭൂകമ്പം അളക്കുകയാണെങ്കിൽ അത് റെക്ടർ സ്കെയിലാണ്. അതുപോലെ തന്നെ നമ്മൾ പനി അളക്കുക, ചൂടളക്കുകയാണെങ്കിൽ അത് തെർമോമീറ്ററാണ് ഉപയോഗിക്കുക. ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളുണ്ട്. എന്ന പോലെ തന്നെ മുജാഹിദുകൾ ആകെ കേട്ടുപഠിച്ചത് എല്ലാ വിഷയങ്ങൾക്കും സ്വഹീഹായ ഹദീസ് വേണം എന്ന് മാത്രമാണ്. അതിൻ്റെ അപ്പുറത്ത് ശറായിൽ, പരിശുദ്ധ ഇസ്ലാമിൽ വല്ലതുമുണ്ടോ എന്ന് അവർക്കറിയില്ല. വിശ്വാസ കാര്യങ്ങൾ സ്ഥിരപ്പെടുത്താൻ സ്വഹീഹായ ഹദീസുകളെല്ലാം അതിന് അനുയോജ്യമല്ല. സ്വഹീഹായ ഹദീസുകളിൽ തന്നെ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് ആണെങ്കിൽ പോലും വിശ്വാസ കാര്യങ്ങൾക്ക് ആ എല്ലാ ഹദീസുകളും മതിയാവുകയില്ല. അതായത് ഖത്ഈ ദലാലത്ത് എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയ ഹദീസുകൾ മാത്രമേ വിശ്വാസ കാര്യങ്ങൾക്ക് പറ്റുകയുള്ളൂ. എന്നാൽ കർമ്മങ്ങൾ, അതായത് ഇത് വാജിബാണ് അല്ലെങ്കിൽ ഇത് ഹറാമാണ് തുടങ്ങിയ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ പറയാൻ, അതാണ് ഫിഖ് എന്ന് പറയുന്നത്, ഇതിന് സ്വഹീഹായ ഹദീസുകൾ തന്നെ വേണം. അതേ സമയത്ത് ഒരു വിധി നമ്മൾ പറയുകയല്ല. അള്ളാഹുവിൻ്റെ അദാബുകളെ കുറിച്ച് ഭയപ്പെടുത്തി അറിയിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നിയമം, ഹുക്മ് അല്ലെങ്കിൽ സുന്നത്ത് എന്നൊക്കെയുള്ള അതിൻ്റെ നിയമം സ്വഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഫളലുകൾ പറയുന്ന ഹദീസുകൾ, ഇതിനൊക്കെ ദഈഫായ ഹദീസ് മതി. ഞാൻ പറഞ്ഞത് അർത്ഥം, ഒരു സുന്നത്ത് എന്ന കാര്യം സ്ഥിരപ്പെട്ടിട്ടുണ്ട് സ്വഹീഹായ ഹദീസ് മുഖേന. അതായത് ആ ഒരു പ്രവർത്തനം, നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, ദിക്റാവട്ടെ, അത് സുന്നത്താണ് എന്ന അതിൻ്റെ അഹ്കാം, ഫിഖ്ഹിയായ നിയമം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അത് സ്വഹീഹായ ഹദീസ് കൊണ്ടാണ്. എന്നാൽ ആ ഒരു കാര്യത്തിന് ഒരു പ്രത്യേകമായ ഫളിൽ, ഒരു മഹത്വമുണ്ട് എന്ന് പറയാൻ അതിന് സ്വഹീഹായ ഹദീസുകൾ തന്നെ വേണമെന്ന് നിഷ്കർഷിക്കുന്നില്ല. ദഈഫായ ഹദീസ് ആയാലും മതി. ഇത് ഞാൻ പറയുകയല്ല, ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആ വിഷയത്തിൽ ലോക പണ്ഡിതന്മാർക്ക് രണ്ടഭിപ്രായമില്ല, ഇജ്മാ ആണ് എന്നാണ്. അത് ലോക മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ, മുഹദ്ദിസീങ്ങൾക്കിടയിലാണെങ്കിലും ഫുഖഹാക്കൾക്കിടയിലാണെങ്കിലും അത് ഇജ്മാ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ ഇജ്മാ ആയ മസലയെ എതിരെ നമുക്ക് സംസാരിക്കാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ ആദ്യമായി ഞാൻ സലഫികളോട് ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ എല്ലാത്തിനും സ്വഹീഹായ ഹദീസ് വേണം എന്ന് ആരോ നിങ്ങളെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്. അത് ഇസ്ലാമികമല്ല എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി മറ്റൊരു കാര്യവും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഒരു സുന്നത്ത് അല്ലാത്തൊരു കാര്യം സുന്നത്താണ് എന്ന് പറഞ്ഞാൽ അത് ബിദ്അത്താണ്. അതേപോലെ സുന്നത്തുള്ളൊരു കാര്യം, ഇസ്ലാം അനുവദിച്ച ഒരു കാര്യമാണെങ്കിൽ അത് തെറ്റാണ്, ഹറാമാണ് എന്ന് പറയുന്നതും ബിദ്അത്ത് തന്നെയാണ്. അപ്പൊ ഇവിടെ അടിസ്ഥാനപരമായി സുന്നികളിലാണോ ബിദ്അത്തുള്ളത്, വഹാബികളിലാണോ ബിദ്അത്തുള്ളത് എന്നാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത്. എല്ലാ ദിവസവും ഇസ്ലാം വിലക്കാത്ത, അതായത് പെരുന്നാളിന്റെ ദിവസം, ശക്കിന്റെ ദിവസം തുടങ്ങി
ഇസ്ലാം വിലക്ക് പറയാത്ത ഏത് ദിവസങ്ങളിലും നോമ്പനുഷ്ഠിക്കുന്നതിൻ്റെ അടിസ്ഥാന നിയമം സുന്നത്ത് എന്നാണ്. അതിലൊരു മാറ്റവുമില്ല, സുന്നത്താണ്. അപ്പം റജബ് മാസത്തിലെ ഏത് ദിവസം നമ്മൾ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിലും അതിൻ്റെ കർമ്മശാസ്ത്രപരമായ വിധി സുന്നത്ത് എന്നത് സ്വഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അത് മുജാഹിദുകൾക്കും തർക്കമില്ല. അപ്പോൾ സുന്നികൾ അതിനെക്കുറിച്ച് ആകത്തുക പറയുന്നത് സുന്നത്ത് എന്നാണ്. ആ സുന്നത്ത് എന്ന വിധി അവിടെ നിലവിലുണ്ട്. അത് റജബ് 27-നും അങ്ങനെ തന്നെയാണ്, 26-നും അങ്ങനെ തന്നെയാണ്, 28-നും അങ്ങനെ തന്നെയാണ്. സുന്നത്ത് എന്നതാണ് വിധി. ആ കർമ്മശാസ്ത്രപരമായ വിധി സ്ഥിരപ്പെടാൻ സ്വഹീഹായ ഹദീസ് വേണം. അതുകൊണ്ട് തന്നെ സ്വഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടത് കൊണ്ടാണ് 26-ഉം 27-ഉം 28-ഉം 29 ഒക്കെ ആണെങ്കിൽ റജബിലെ ഏത് മാസമാണെങ്കിലും ഒരാൾക്ക് സുന്നത്തായ നോമ്പനുഷ്ഠിക്കുന്നതിൻ്റെ വിധി സുന്നത്ത് തന്നെയാണ്. ഇനി അപ്പോൾ സുന്നത്ത് എന്നത് നമ്മൾ ദഈഫായ ഹദീസ് കൊണ്ടല്ല സ്ഥിരപ്പെടുത്തുന്നത്. ആ കർമ്മശാസ്ത്രപരമായ വിധി അത് സ്വഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഇനി നമ്മൾ 27-ന്റെ ആ ഒരു ദിവസത്തിൽ പ്രത്യേകമായി വല്ല മഹത്വങ്ങളും ഉണ്ടോ എന്നത് മാത്രമാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അപ്പോൾ അവിടെ നിയമമാകുന്ന ഹുക്മാകുന്ന വിധി അത് സ്വഹീഹ് ഹദീസ് കൊണ്ട് സുന്നത്ത് എന്ന് സ്ഥിരപ്പെട്ടതാണ്. ഇനി ആ ഒരു സുന്നത്തായ ഒരു ഇബാദത്തിന് പ്രത്യേകമായ വല്ല മഹത്വങ്ങളും ഉണ്ടോ എന്നത് മാത്രമാണ് ഇവിടെ ദഈഫായ ഹദീസ് കൊണ്ട് നമ്മൾ പരാമർശിക്കുകയോ പറയുകയോ ചെയ്യുന്നുള്ളൂ. അത് ലോക പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ അങ്ങനെ മഹത്വം പറയാൻ അത് മതി എന്ന് എല്ലാവരും പറഞ്ഞതാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അങ്ങനെ ഒരാൾ പറയുമ്പോൾ അവിടെ ഇസ്ലാമിലെ ഒരു നിയമം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല എന്നാണ് ഇതിന് പണ്ഡിതന്മാർ കാരണം പറഞ്ഞത്. കാരണം സുന്നത്ത് എന്നത് ആദ്യമേ ഉള്ളതാണ്. ആ വിധിയിൽ ഒരു മാറ്റവും നമ്മൾ വരുത്തിയിട്ടില്ല, നിർബന്ധമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ വിഷയം പറയാൻ ഇങ്ങനെയുള്ള ദഈഫായ ഹദീസ് മതി എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇനി റഫീഖ് സലഫി വായിച്ച ഈ റജബ് മാസവുമായി ബന്ധപ്പെട്ട് ഇബ്നു ഹജർ തങ്ങളുടെ ഗ്രന്ഥം തബീനുൽ അജബ്, അതിൽ നിന്ന് അദ്ദേഹം വായിച്ചു ലം യരിദ് ഫീ ഫദ്ലി ശഹരി റജബ്, റജബ് മാസത്തിന്റെ പവിത്രത പറയുന്ന വിഷയത്തിൽ വന്നിട്ടില്ല ഹദീസുൻ സ്വഹീഹുൻ, ഒരു സ്വഹീഹായ ഹദീസും വന്നിട്ടില്ല എന്ന് മാത്രമേ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ റജബ് മാസത്തിന് ഫദ്ലില്ല എന്നോ ആ റജബ് മാസത്തിലെ നോമ്പിന് പ്രത്യേകമായ പുണ്യം ഇല്ല എന്നോ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതായി റഫീഖ് സലഫിക്ക് കാണിച്ചു തരാൻ സാധ്യമാണോ എന്ന് ഞാനൊരു വെല്ലുവിളിയായി തന്നെ പറയുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ റജബിൻ്റെ മഹത്വമാണെങ്കിലും റജബ് മാസത്തിലെ 27-ന്റെ നോമ്പ് അത് സുന്നത്താണ് എന്ന വിഷയത്തിലും ഞാൻ ഒരു തുറന്ന സംവാദത്തിന് റഫീഖ് സലഫിയുമായിട്ടോ അതല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു മൗലവിയെ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ, സജ്ജമാക്കുകയാണെങ്കിൽ ഞാൻ റെഡിയാണ് എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് കമന്റ് ബോക്സിൽ ഇങ്ങനെയുള്ള വെപ്രാളപ്പെട്ട മെസ്സേജുകളൊന്നും നിങ്ങൾ എഴുതേണ്ടതില്ല. നിങ്ങൾക്ക് വളരെ കൃത്യമായി കേരളത്തിലെ മലയാളികൾക്ക് ബോധ്യപ്പെടുത്താൻ പരസ്യമായൊരു സംവാദത്തിന് ഈ പാവപ്പെട്ട ഞാൻ തയ്യാറാണ് എന്ന് നിങ്ങളെ ഞാൻ വിനയത്തോടെ പ്രേക്ഷകരെ മുഴുവനും ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് നിങ്ങളുടെ മൗലവിമാരെ നിങ്ങൾ റെഡിയാക്കിയാൽ മാത്രം മതിയെന്ന് പാവപ്പെട്ട മുജാഹിദ് പ്രവർത്തകരോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതെന്തിനാണ് ഞാൻ പറഞ്ഞത്? ഇതൊക്കെ തെളിവില്ലാതെ പറയുകയാണ് എന്ന് സാധാരണക്കാരായ ആളുകൾ തെറ്റിദ്ധരിക്കരുത്. കൃത്യമായ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായി ഈ ഒരു മഹത്വം പറയാൻ എന്ത് ഹദീസാണോ വേണ്ടത് അത് കൃത്യമായും പാലിച്ചുകൊണ്ട് തന്നെയാണ് സുന്നികൾ ഇതൊക്കെ പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ കൂടെയാണ്. അപ്പൊ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ അങ്ങനെ ഫളിലില്ല എന്ന് പറഞ്ഞിട്ടില്ല, സ്വഹീഹായ ഹദീസ് വന്നിട്ടില്ല എന്നത് വസ്തുതയാണ്. അത് മുസ്ലിമീങ്ങൾക്കിടയിൽ ആർക്കും തർക്കമില്ല, സുന്നികൾക്ക് ആർക്കും തർക്കമില്ല. ഇബ്നു ഹജർ തങ്ങൾ അങ്ങനെ ഒരു വിഷയം പറഞ്ഞാൽ അതിൽ തർക്കിക്കുന്നവരെ അല്ല ഞങ്ങൾ. നേരെ മറിച്ച് ഇബ്നു ഹജർ തങ്ങൾ ആ ഗ്രന്ഥത്തിന്റെ തന്നെ തുടക്കത്തിൽ പറഞ്ഞത് റജബ് മാസവുമായി ബന്ധപ്പെട്ട് ചില ഹദീസുകൾ മൗദൂആയ ഹദീസുകളുണ്ട്, കെട്ടിച്ചമച്ച ഹദീസുകൾ. അത് ഒന്നിനും നമുക്ക് സ്വീകരിക്കാൻ പാടില്ല, തള്ളപ്പെടേണ്ട ഹദീസുകളാണ്, അത് കെട്ടിച്ചമച്ച ഹദീസുകളാണ്. പിന്നെ പറയുന്നു വേറെ ചില ഹദീസുകൾ ലഈഫായ ഹദീസുമാണ്. ഈ ലഈഫായ ഹദീസിൽ ശിദ്ദത്തുൽ ദഅഫ് ഇല്ലാത്ത ഹദീസുകളൊക്കെ ഫളായിലുൽ അമാലിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു ദിക്ർ ചെല്ലുന്നത് അള്ളാഹുവിനെ നമ്മൾ പുകഴ്ത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടോ പറയുന്ന ഏത് വാക്കുകളും ദിക്റുകളാണ്. അതിനൊക്കെ കൂലിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനപരമായ നിയമം അത് സുന്നത്താണ്. വദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ അള്ളാഹുവിന് സമയം എന്നൊന്നുമില്ല, എല്ലാ സമയത്തും നിരോധിക്കപ്പെട്ട സ്ഥലമോ സമയമോ ആകരുത് എന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ സമയത്തും ദിക്ർ ചെല്ലുന്നതിൻ്റെ വിധി സുന്നത്താണ്.
ഇങ്ങനെ പ്രത്യേകമായൊരു സമയം അല്ലെങ്കിൽ ഒരു പ്രത്യേകമായൊരു ദിവസം ഒരു ദിക്റിന് എന്തെങ്കിലും മഹത്വമുണ്ട് എന്ന് ലൈഫായ ഹദീസിൽ സ്ഥിരപ്പെട്ടാലും നമുക്ക് ആ മഹത്വം കരുതി കൊണ്ടത് ചെല്ലാവുന്നതാണ്. കാരണം എന്ത്? അതിലൊരു സുന്നത്ത്, ഒരു ഫിഖ്ഹിയായ ഒരു നിയമം, അതായത് ഇസ്ലാമിലെ ഒരു നിയമം അവിടെ പുതിയതായി നമ്മൾ ഉണ്ടാക്കുന്നില്ല. അതിൻ്റെ ആദ്യമേ ഉള്ള നിയമം സുന്നത്ത് എന്നാണ്. ദിക്റുകളുടെ ഒക്കെ നിയമം അത് തന്നെയാണ് ഈ വിഷയത്തിൽ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷെ ആ സമയത്ത് ഒരു മഹത്വമുണ്ട് എന്ന് ഫദ്ല് മാത്രമാണ് ഇവിടെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത്, ലൈഫായ ഹദീസിൽ. അതുകൊണ്ട് അത് അമല് ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. പിന്നെ അദ്ദേഹം ഈ കൂട്ടത്തിൽ പറഞ്ഞു, ഈ ഹദീസുകളൊക്കെ കള്ളമാണ് സഹോദരങ്ങളെ. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു മാന്യമായി, എൻ്റെ പ്രേക്ഷകരൊക്കെ മനസ്സിലാക്കണം, ലൈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചെന്നു ചേരാൻ സാധ്യമായ വാക്കുകളാണത്. അതിനെക്കുറിച്ച് ഈ മൗലവി പറഞ്ഞത്, അള്ളാനെ പേടിയില്ലാത്ത ഈ മൗലവി പറഞ്ഞത് കള്ളമാണ് സഹോദരങ്ങളെ എന്നാണ്. ലൈഫായ ഹദീസുകളെ കുറിച്ച് റഫീഖ് സലഫി നിങ്ങൾ എന്തർത്ഥത്തിലാണ് കള്ളമാണ് എന്ന് പറഞ്ഞത്? അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെന്നു ചേരാൻ സാധ്യതയുണ്ടല്ലോ. ഇബ്നുൽ അസീർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടില്ലേ, മറ്റു മുഹദ്ദിസുകളൊക്കെ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഇസ്തിലാഹുൽ ഹദീസ് പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ എത്രമാത്രം തരം താഴ്ന്ന പ്രയോഗമാണ് ഹദീസിന്റെ വിഷയത്തിൽ നിങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇപ്പൊ സുന്നികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അതിന്റെ പുതിയ ഒരു നിയമവും നമ്മൾ പറയുന്നില്ല. സുന്നത്ത് എന്ന് പറയുന്നത് അത് സാധാരണയുള്ള മുത്തലക്കായി സുന്നത്ത് തന്നെയാണ്. പക്ഷെ ഒരു മഹത്വം നമ്മൾ ആ ദിവസത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ മഹത്വത്തിന് ലൈഫായ ഹദീസ് ഉണ്ട് താനും. എന്നാൽ അന്ന് നോമ്പനുഷ്ഠിക്കാൻ പാടില്ല, അത് ബിദ്അത്താണ് എന്ന് പറയുന്ന ആളുകൾ പറയുന്നത് അത് തെറ്റാണ്, കുറ്റമാണ്, ഹറാമാണ് എന്നാണല്ലോ അതിനർത്ഥം. പാടില്ലെന്ന് പറഞ്ഞാൽ, എന്നാൽ ഈ ഒരു നിയമം ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് രേഖയാണുള്ളത്? അള്ളാഹുവിൻ്റെ ദീനിൽ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഹറാമാണ് എന്ന് ഒരു വിഷയത്തെക്കുറിച്ച് പറയണമെങ്കിൽ ലൈഫായ ഹദീസ് പോരാ, അതിന് സ്വഹീഹായ ഹദീസ് തന്നെ വേണം. അങ്ങനെ സ്വഹീഹോ ദഈഫോ ആയ ഒരു ഹദീസുകളും മുന്നോട്ട് വെക്കാതെയാണ് നിങ്ങൾ അത് ബിദ്അത്താണ്, ഹറാമാണ് എന്ന് പറഞ്ഞത്. ഇത് പുത്തൻ വാദമാണ്. ഇതാണ് ഞാൻ പറയുന്നത്. മന്ത് മറ്റേ കാലിലാ ഉള്ളത്. ഇവിടെ ഞങ്ങൾ പുതിയ ഒരു നിയമവും സൃഷ്ടിക്കുന്നില്ല. നിയമം സുന്നത്ത് എന്നത് അത് സ്വഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പക്ഷെ ഒരു ഫദ്ല് മാത്രമാണ് ഞങ്ങൾ ദഈഫായ ഹദീസ് കൊണ്ട് പറഞ്ഞത്. അത് ലോക പണ്ഡിതന്മാരുടെ ഇത്തിഫാക്ക്, ഇജ്മാ ഉള്ള കാര്യവുമാണ്. അതിനെ ഹർക്ക് ചെയ്യാൻ, അതിനെ എതിർക്കാൻ മുസ്ലിമീങ്ങൾക്ക് പാടില്ല. അങ്ങനെയുള്ള കൃത്യമായ നിയമം ഞങ്ങൾ പാലിക്കുമ്പോൾ നിങ്ങൾ അത് ഹറാമാണ്, കുറ്റകരമാണ് ആ നോമ്പ് എന്ന് പറയാൻ ബി അയ്യ കിതാബിൻ അം ബി അയ്യതി സുന്നത്തി, നിങ്ങൾ ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഇസ്ലാമിന്റെ ഏത് രേഖയാണ് നിങ്ങൾ ഹറാമാണ്, കുറ്റകരമാണ് എന്നൊക്കെ പറയാൻ ഈ വിഷയത്തിൽ ആധാരമാക്കിയിട്ടുള്ളത്? നിങ്ങൾക്കതിന് സ്വഹീഹായ ഹദീസ് ഇല്ല എങ്കിൽ നിങ്ങൾ പറയുന്നത് പുത്തൻവാദമാണ്, മന്ത് നിങ്ങളുടെ കാലിൽ തന്നെയാണ് ഉള്ളത് എന്ന് ഞാൻ ഈ മൗലവിമാരെ ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ മൗലവിമാര് പറയുന്നതൊക്കെ ശരിയാണെന്ന് തെറ്റിദ്ധരിച്ച പാവപ്പെട്ട സലഫി പ്രവർത്തകരോട് പറയുന്നു, നിങ്ങൾ സുന്നികൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇതിൻ്റെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി കൊണ്ടാണ് ഓരോ കാര്യവും ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്കത് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ മൗലവിമാർ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ആളുകൾക്ക് കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ച് ബോധ്യപ്പെടണോ അല്ലെങ്കിൽ അറിയണോ എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്കത് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇനി പരസ്യമായി വേണമെങ്കിൽ നിങ്ങൾ മൗലവിമാരെ പരസ്യമായി നിങ്ങൾ തയ്യാറാക്കിക്കോളൂ, നമുക്കത് ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഇസ്ലാമിൽ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഉള്ളത് മാത്രമാണ് പറയുന്നത്. നിങ്ങൾ ഇസ്ലാമിൽ നിഷിദ്ധമാണ് എന്ന് പറയാൻ ഒരു ഹദീസിന്റെയും, ഒരു ദഈഫായ ഹദീസിന് പറ്റില്ല. ഒരു സ്വഹീഹായ ഹദീസിന്റെയും മാനദണ്ഡമില്ലാതെ പച്ചക്കള്ളം പറയുന്നു. ഇവിടെയാണ് കള്ളമുള്ളത്, ഇവിടെയാണ് ബിദ്അത്തുള്ളത് എന്ന് ഞാൻ ഈ മുജാഹിദ് പ്രവർത്തകരെയും ഈ മൗലവി അടക്കം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നിങ്ങൾക്കൊക്കെ ഹിദായത്ത് തരട്ടെ. ഈമാനോടെ മരിക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.